കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 28. അംഭോജസംഭവനുമൻപോടു നീന്തിബത വന്മോഹവാരിധിയിലെന്നേടമോർത്തു മമ വൻപേടി പാരമിവനമ്പോടടായ്വതിനു മുമ്പേ തൊഴാമടികൾ നാരായണായ നമഃ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു മായാമറ മാറ്റണേ, അഥവാ എന്നെ മായയാൽ മോഹിപ്പിക്കരുതേ എന്നാണല്ലോ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് കണ്ടത്. എന്നാൽ പൗരുഷം കൊണ്ട് അല്ലെങ്കിൽ പുരുഷപ്രയത്നം കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് അഥവാ നമ്മുടെ ശ്രമം കൊണ്ട് ആ മായാമറ അകറ്റരുതേ എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രമാവില്ല. അത് ബ്രഹ്മാവിന് പോലും അത് അത്യന്തം വിഷമായിട്ട് ഒരു അനുഭവം ഉണ്ടായി എന്ന് കാണിക്കാനൊരു ഉദാഹരണം ഭാഗവതത്തിൽ നിന്ന് എടുത്തിട്ട് അത് പറയാണ്. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയാണ്ടോ, ബ്രഹ്മാവിന് പോലും മോഹിതനായിട്ട് കുഴങ്ങേണ്ടി വന്നു, വളരെ വിഷമിക്കേണ്ടി വന്നു. അപ്പോൾ സാധാരണക്കാർ അതാണ് ഞാൻ അടുത്ത ഈ ശ്ലോകത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ കേട്ടോ. എന്താ അറിയോ, അംഭോജ സംഭവൻ വെച്ചാൽ ബ്രഹ്മാവ്, അംഭോജം വെച്ചാൽ താമരയിൽ സ്വയംഭൂവായിട്ടുണ്ടായതാണല്ലോ ബ്രഹ്മാവ്, അതാണ് അംഭോജ സംഭവൻ. ബ്രഹ്മാവിനും വൻമോഹവാരിധിയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ മായാമോഹിതമായിട്ടുള്ള ഈ മായാസമുദ്രത്തിൽ, അതായത് സത്യം അറിയാതെ ഈ സത്യത്തിനെ മറച്ച് അസത്യത്തിനെ സത്യമായി കണ്ട്, അതാണല്ലോ മായയുടെ പണിയല്ലേ. സത്യം ഇങ്ങോട്ട് മറയ്ക്കും, എന്നിട്ട് അസത്യത്തിനെ സത്യം എടുത്ത് തോന്നിക്കും നമുക്ക്, അതാണല്ലോ. അപ്പം അങ്ങനെ സത്യം അറിയാതെ അൻപോടു നീന്തി വളരെ കാലം കര കാണാതെ നീന്തണ്ടി വന്നു. ആർക്ക്? ബ്രഹ്മാവിന്. ആ കഥ വയ്ക്ക് വരാട്ടോ നമുക്ക്. ബധ കഷ്ടം എന്നേടമോർത്തു മമ. ആ കാര്യം ബ്രഹ്മാവിന് പോലും ഇങ്ങനെ മായാമോഹിതനായിട്ട് ഈ സംസാര സമുദ്രത്തിൽ അനവധി ചുറ്റിക്കറങ്ങേണ്ടി അങ്ങനൊരു കുഴങ്ങി എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് എനിക്ക് അതാണ് എന്നേടമോർത്തു മമ. ആ കാര്യം ആലോചിച്ചിട്ട് എനിക്ക്, ബ്രഹ്മാവിന് പോലും അങ്ങനെ വേണ്ടി വന്നു. ബ്രഹ്മാവ് നമ്മൾ ജഗത് പിതാമഹനാണ് അല്ലേ, അദ്ദേഹത്തിന് പോലും അങ്ങനെ വേണ്ടി വന്നു, സൃഷ്ടികർത്താവായിട്ടുള്ള അദ്ദേഹത്തിന്. അതാലോചിച്ചിട്ട് എനിക്ക്, അതാണ് മമ, എനിക്ക് വൻ പേടി, ഈശ്വര വല്ലാത്ത പേടി തോന്നുന്നു. പാരം ഇവന് അടായ്വതിന്, അത് വല്ലാതെ ആ മായ, ബ്രഹ്മാവിനെ ബാധിച്ച മായ എന്നെ ബാധിക്കാതിരിക്കുന്നതിന്, അതാണ് പറഞ്ഞ അടായ്വതിനാണ്. പാരം ഇവന് അടായ്വതിന്, ഇവനെ ബാധിക്കാതിരിക്കുന്നതിന് എന്നേന്ന് മുമ്പേ അടിച്ച പാദം, ഭഗവാന്റെ പാദത്തിന് മുമ്പേ അടികൾ അൻപോടെ തൊഴാമെന്ന്. ഞാൻ ആദ്യം തന്നെ അങ്ങയുടെ പാദങ്ങൾ ഞാൻ ഭക്തിയോടെ നമസ്കരിക്കുന്നു. ആ പാദങ്ങളിൽ കുമ്പിടുന്നുവെന്നോ നമസ്കരിക്കുന്നുവെന്നോ, പാദങ്ങൾ അത് പാരം ഇന്ന് അടായതിന് ഇന്ന് അത് വല്ലാതെ എന്നെ ബാധിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എന്നെ ബാധിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അൻപോട് തൊഴാം, ആദ്യം തന്നെ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കട്ടെ. ഹരിനാരായണായ നമഃ അല്ലേ. അപ്പോൾ ബ്രഹ്മാവും വലിയൊരു മഹാമോഹ സമുദ്രത്തിൽ കിടന്ന് ഉഴന്ന് നീന്തി മുങ്ങിയും പൊങ്ങിയും കുറച്ച് കാലം അലയേണ്ടി വന്നു. അതുപോലുള്ള മായാമോഹം എന്നെ പിടികൂടുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിൻ്റെ പാദാരവിന്ദങ്ങളിൽ
തൊഴുത് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാരായണായ നമാന്ന്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ബ്രഹ്മാവിൻ്റെ ഇതിൽ എന്താ പറയണ വെച്ചാൽ, അത് ഭാഗവതത്തിൽ ആദ്യമാണ്. പിന്നെ 3-ാം സ്കന്ധത്തിൽ ആണത് പറയുന്നത്. അധ്യായം 8, 9 ഒക്കെയാണ്. നമ്മളതൊക്കെ ചെയ്തതാണ്. പക്ഷെ ആദ്യം ആയതുകൊണ്ട് മുഴുവനോ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അതായത് നമ്മൾ കണ്ടു ബ്രഹ്മാവിൻ്റെ ഒരു പകലെ പറഞ്ഞ 1000 ചതുർയുഗമാണ്. അതായത് ഒരു ചതുർയുഗം വെച്ചാൽ പിന്നെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അതാണല്ലോ ഒരു ചതുർയുഗം. അങ്ങനെ 1000 ചതുർയുഗം 1000 ചതുർയുഗം കഴിഞ്ഞാലേ ബ്രഹ്മാവിൻ്റെ ഒരു പകലാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത്ര തന്നെ 1000 ചതുർയുഗം തന്നെ രാത്രിയുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിൽ 2000 ചതുർയുഗമാണ്, രാവും പകലും കൂടി. അതിനാണ് ഒരു കൽപ്പം പറയുക, 2000. അപ്പോൾ ബ്രഹ്മാവിൻ്റെ 1000 ചതുർയുഗം കഴിഞ്ഞ് ബ്രഹ്മാവും ഉറങ്ങുകയാണ്. അപ്പോൾ മായയിലത്തെ ഗുണങ്ങളൊന്നും പിന്നെ സൃഷ്ടിയില്ലല്ലോ. മായയിലത്തെ ഗുണങ്ങളൊന്നും ഒക്കെ ലയിച്ച് കിടക്കുകയാണ്. മായൊന്നും ആക്റ്റീവല്ല. ബ്രഹ്മാവ് ഭഗവാൻ യോഗനിദ്രയിലാണ് ആ 1000 കൊല്ലം. അങ്ങനെ രാത്രി ആ സമയത്ത് ഭഗവാൻ യോഗനിദ്രയിൽ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആ 1000 ചതുർയുഗം കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം തുടങ്ങിയല്ലോ. അത് കഴിഞ്ഞ് സൃഷ്ടി ആരംഭിക്കാൻ ഭഗവാൻ ഇച്ഛിക്കുകയാണ്. ആ സമയത്ത് അപ്പോൾ എന്താ, ഓരോ കൽപ്പത്തിലും ബ്രഹ്മാവ് എല്ലാ കൽപ്പത്തിലും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കുറേ കൽപ്പത്തിൽ പത്മത്തിലാണെങ്കിൽ വേറെ കുറേ കൽപ്പത്തിൽ വേറെ എവിടെയെങ്കിലോ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് ആത്മകൽപ്പത്തിലത്തെ കഥയാണ് പറയണേ. അപ്പോൾ ആത്മകൽപ്പത്തിൽ ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി 1000 ചതുർയുഗം കഴിഞ്ഞപ്പോൾ ഭഗവാൻ യോഗനിദ്രയെന്ന് ഉണർന്നിട്ട് സൃഷ്ടിക്കാൻ ഇച്ഛിക്കുമ്പോൾ ആ ബ്രഹ്മാവ് ഉണർന്നെണീക്കുന്നതിന് മുമ്പായിട്ട്, അപ്പോൾ ഉറങ്ങാണ്ടോ, അതിന് മുമ്പ് തന്നെ ഭഗവാന്റെ നാഭിയിൽ ഈ ജഗത്തിൻ്റെ തന്നെ പ്രതീകമായിട്ടുള്ള ഒരു താമര വിടരും. ആദ്യം താമര വിടരും ബ്രഹ്മാവ് ഉണ്ടാവണേൻ്റെ മുമ്പേ. വെച്ചാൽ ഇപ്പോൾ സൃഷ്ടിയൊന്നുമില്ല, ആ 1000 ചതുർയുഗം മുഴുവൻ ഒന്നുമില്ല. ഇനി ആദ്യം ബ്രഹ്മാവ് ഉണർന്ന് നീട്ട് സൃഷ്ടി തുടങ്ങണേ. അപ്പോൾ ബ്രഹ്മാവും ശരിക്കും പറയാച്ചാൽ സൃഷ്ടി ഒക്കെ കംപ്ലീറ്റ്ലി മറന്ന് ഉറങ്ങിയിരിക്കണു. അപ്പോൾ പിന്നത്തെ ദിവസം സൃഷ്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്തു ചെയ്യും? ആത്മകൽപ്പാണ്, അതുകൊണ്ടാണ് പത്മം. ഭഗവാന്റെ നാഭിയിൽ ഒരു പത്മം ഭഗവാൻ വിരിയിക്കും. അത് ജഗത്തിൻ്റെ പ്രതീകമാണ്. ഒരു വിടരും ഭഗവാന്റെ നാഭിയിൽ പൊക്കിളുന്ന ഒരു കമലം അല്ലെങ്കിൽ ഒരു താമര വിടരും. ആ താമരയുടെ നടുക്കിലത്തെ കർണിക എന്ന് പറയുമല്ലോ, ആ കർണികയിൽ ബ്രഹ്മാവ് ഈ ഭഗവാൻ നൽകിയ ശക്തി കൊണ്ട് തന്നെ സ്വയംഭൂവായിട്ട് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ബ്രഹ്മാവ് മായയിലേക്ക് ഇറങ്ങി വന്നു. കാരണം രജോ ഗുണം സ്വീകരിച്ച് ഭഗവാന്റെ തന്നെ ഒരു അംശമാണ്. പക്ഷെ രജോ ഗുണം സ്വീകരിക്കണം, സൃഷ്ടിയല്ലേ വേണ്ടത്. അപ്പോൾ രജോ ഗുണം സ്വീകരിച്ച് ദേഹം എടുത്തു ബ്രഹ്മാവ് ആ കർണികയിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ മായയിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ടേ ആ സമയത്ത് ബ്രഹ്മാവും മായാമോഹിതനായി. ബ്രഹ്മാവിന് അവിടെ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ താൻ ആരാണെന്നോ എവിടെ നിന്നാണ് അവനോൻ ഉണ്ടായതെന്നോ ഈ താമര എന്താണെന്നോ ഒന്നും മനസ്സിലാവില്ല. കഴിഞ്ഞ കൽപ്പത്തിലത്തെ ഒന്നും ഓർമ്മയില്ല. ബ്രഹ്മാവ് കംപ്ലീറ്റ്ലി മായാമോഹിതനായി. ഞാൻ ആരാണെന്ന് പോലും അറിയില്ല, എവിടുന്ന് വന്നു എന്നറിയില്ല, ഈ താമര എന്താണെന്നറിയില്ല, ഒന്നും മനസ്സിലാവില്ല. ഈ താമര ഏതിനെ ആധാരമായിട്ടാണ് നിൽക്കണത് അതറിയില്ല. അപ്പം മായാബാധിതനായിട്ട് കഴിഞ്ഞ കൽപ്പത്തിലൊക്കെ മറന്നു, എല്ലാം വിസ്മൃതിയിലായി. അമ്പരന്നിട്ട് അദ്ദേഹം ബ്രഹ്മാവ് ആ താമരയിൽ ഇരുന്നിട്ട് 4 പാട് നോക്കി. അങ്ങനെയാണ് നാൻമുഖനായത്. 4 മുഖം ഉണ്ടായത് ബ്രഹ്മാവിന്. 4 ദിക്കിലേക്ക് നോക്കി, എന്താ കണ്ടുപിടിക്കാനായിട്ട്, എന്താ ഞാൻ ആരാ എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് 4 ഭാഗത്തേക്ക് നോക്കി. അപ്പം നാൻമുഖനായി, അല്ലെങ്കിൽ 4 മുഖമുള്ള ആളായി. അങ്ങനെ നാൻമുഖനായിട്ട് പിന്നെയും ഒന്നും പിടികിട്ടില്ല.
അവനവനെ പറ്റിയിട്ടോ 4 പുറമോ ഒന്നിനും പറ്റി ഒന്നും അറിയില്ല. ഒന്നും പിടി കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ആ ഇരിക്കണ താമരയുടെ തണ്ടിൽ കൂടി ഇറങ്ങിപ്പോയി അതിൻ്റെ ആധാരം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ തണ്ടിൽ കൂടെ ചെറിയ രൂപം എടുത്തിട്ട് ഇറങ്ങിപ്പോയി. കുറേ കാലം അന്വേഷിച്ച് കണ്ടെത്തിയില്ല. എത്ര കൊല്ലം അറിയോ? 100 ദിവ്യ സംവത്സരം. 100 ദിവ്യ സംവത്സരം അങ്ങനെ തിരഞ്ഞിട്ട് ഒരു ഫലവും ഇല്ലാതെ, ഒന്നും മനസ്സിലാവാതെ തിരിച്ച് ആ താമരയുടെ കർണികയെ തന്നെ തിരിച്ചെത്തി. ഇതിനെയാണ് എഴുത്തച്ഛൻ എന്ത് പറഞ്ഞത്? അംഭോജ സംഭവനും അൻപോടു നീന്തിബത വൻമോഹവാരുധിയിൽ എന്ന് പറഞ്ഞത്. അതായത് ഒരുപാട് കുഴങ്ങി 100 കൊല്ലം താൻ എവിടുന്ന് വന്നു, ഈ തൻ്റെ ആധാരം എന്താണ്, ഈ താമരയുടെ ആധാരം എന്താണ് ഈ താമര, അതൊന്നും അറിയാൻ വേണ്ടി 100 സംവത്സരം പുറത്ത് മുഴുവനെ തിരഞ്ഞിട്ട് എന്ത് പറ്റിയില്ല, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. തിരിച്ചവിടെ തന്നെ എത്തി. അത് കഴിഞ്ഞിട്ട് അപ്പം ഇതിൽ ശരിക്കും പറയാച്ചാൽ ഈ താമരയിലിരിക്കുന്ന ബ്രഹ്മാവ് മനസ്സാണ് നമ്മുടെ. ആ കാരണജലം മായയാണ്. അപ്പോൾ മായയിൽ എത്ര തിരഞ്ഞാലും മായയ്ക്കതീതമായിട്ടുള്ള സത്യം കണ്ടെത്താൻ പറ്റുമോ? മനസ്സുകൊണ്ട് എത്ര ശ്രമിച്ചാലും മനസ്സിന് അതീതമായിട്ടുള്ള ശക്തിയെ കണ്ടെത്താൻ കഴിയുമോ? ഇല്ല. മനസ്സ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിനപ്പുറത്തേക്ക് പോകണം. മനസ്സ് ഉപയോഗിക്കണം. ആദ്യം മനസ്സിനെ തന്നെ ഉപയോഗിച്ച് മനസ്സിന് അതീതമായി പോകണം, അല്ലേ? അപ്പം മായയെ തന്നെ ഉപയോഗിച്ച് നമുക്ക് മായയെ മറികടക്കണേ. അപ്പം ഇവിടെ ബ്രഹ്മാവ് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്, ജലം മായയാണ്. അപ്പം മായയിൽ എത്ര തിരഞ്ഞാലും മായയുടെ അപ്പുറത്ത് നിൽക്കണ സത്യം കണ്ടെത്താൻ പറ്റില്ലല്ലോ. അപ്പം മായയിൽ നീന്തി തുടിക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ, മായയിൽ നീന്തി തുടിക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സുകൊണ്ട് അപ്രാപ്യാന്ന് മനസ്സിലാവില്ല. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടും ബ്രഹ്മാവിന് സത്യം മനസ്സിലാവില്ല. അപ്പോൾ ബ്രഹ്മാവ് പിന്നെ മനസ്സിനെയും പ്രാണനെയും ഇന്ദ്രിയങ്ങളെ ഒക്കെ അടക്കി ഏകാഗ്രമായിട്ട് തപസ് അനുഷ്ഠിച്ചു. അങ്ങനെ തോന്നി. അതായത് നാരായണീയത്തിൽ പറഞ്ഞല്ലോ, തപ നശരീരി കേട്ടു എന്ന് പറയുന്നുണ്ടല്ലേ നാരായണീയത്തിൽ. ഈ പിന്നെന്താണ് 3-ാം അധ്യായത്തിലൊക്കെ പറയണ്ട തപ എന്ന് പറഞ്ഞു. അപ്പോൾ തപസ് 7-ാം അധ്യായം ഒറ്റയാണോ തോന്നുന്നത്, എനിക്ക് എക്സാക്റ്റ്ലി ഓർമ്മയില്ല, നോക്കട്ടെ. അപ്പോൾ ആ ഭാഗം തന്നെ ഇങ്ങനെ തപന്ന് അശരീരി കേട്ടു. അപ്പോൾ പിന്നെ എന്താണ് തപസ് ചെയ്തു എന്നാണ്. അപ്പോഴാണ് ഇങ്ങനെ എല്ലാം അടക്കി, പിന്നെ എന്താണ് എല്ലാം അടക്കിയിട്ട് തപസ് ചെയ്തു എന്നാണല്ലോ പറയണത്. നോക്കട്ടെ ഞാൻ വേണമെങ്കിൽ അതാ സ്വയം വിശ്വവിസർഗ, അതായത് 7-ാമത്തെ തന്നെ 2-ാമത്തെ ശ്ലോകത്തിൽ നോക്കൂ. സ്വയം വിശ്വവിസർഗദത്തഹൃദയ സമ്പശ്യമാന സ്വയം ബോധം ഖല്വനോപ്യ വിശ്വവിഷയം ചിന്താകുലസ്തത്തിവൻ താവത്വം ജഗദാംബതേ തപതപയത്യേ വൈഹായസീം വാണീമേനം അശിശ്രവ ശ്രുതിസുഖം കുർവം സ്തപപ്രേരണാം, അല്ലേ? അപ്പം തപന്ന് കേട്ടു എന്നുണ്ട്. അപ്പം ഇതിലത് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ അപ്പം അങ്ങനെ എന്ത് ചെയ്തു, മനസ്സിനെയും പ്രാണനെയും അടക്കി ഏകാഗ്രതയായിട്ട് തപസ് അനുഷ്ഠിച്ചു. അങ്ങനെ കുറേ നേരം പതുക്കെ തപസ് അനുഷ്ഠിച്ചപ്പോൾ പതുക്കെ ആ വൈകുണ്ഠ രൂപം മനസ്സിൽ തെളിഞ്ഞ് കണ്ടു. അപ്പം ബ്രഹ്മാവ് സ്തുതിച്ചു. വളരെ നല്ല സ്തുതിയാണ്. ഭാഗവതത്തിലെ ബ്രഹ്മാവ് സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. ഭഗവാൻ അനുഗ്രഹിച്ച ബ്രഹ്മാവിന് സൃഷ്ടി സുഗമമായി ചെയ്യാനുള്ള ശക്തി കൊടുത്തു എന്ന് മാത്രമല്ല, ഭഗവാനൊന്നും പറഞ്ഞു, സൃഷ്ടിച്ചോളൂ, ഒരു വിഷമം ഉണ്ടാവില്ല. മാത്രമല്ല, അവനവൻ സൃഷ്ടിക്കുന്ന ഒരു വസ്തുക്കളോടും അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, അല്ലേ? സൃഷ്ടിക്കണവനെല്ലാം നമുക്ക് മക്കളോടുള്ള പോലെ ഉണ്ടായെന്ന് വെച്ചാൽ എന്ത് ചെയ്യും ബ്രഹ്മാവ്? അപ്പം അതും പിന്നെ നിസ്സംഗതയും കൊണ്ട് അനുഗ്രഹിച്ചു. സൃഷ്ടിച്ചോളൂ, പക്ഷേ നിസ്സംഗനായിട്ടിരിക്കാൻ പറ്റും അങ്ങയ്ക്കെന്ന് പറഞ്ഞു. അങ്ങനെ 100 ദിവ്യ സംവത്സരങ്ങൾ. അപ്പോൾ ഇതിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ എന്താ വെച്ചാൽ, 100 ദിവ്യ സംവത്സരങ്ങളോളം ബ്രഹ്മാവ്
പുറത്തന്വേഷിച്ചു. എന്നിട്ടോ ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഭഗവാൻ തന്നെ തോന്നിപ്പിച്ചിട്ടാണ് തപസ് ചെയ്യാൻ തോന്നിപ്പിച്ചത്. അതും ഭഗവത് കൃപയാണ് കേട്ടോ തോന്നിപ്പിക്കണതും. അങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രാണങ്ങളെയും അടക്കി ഈ സമാധി യോഗത്തെ ആശ്രയിച്ചപ്പോഴാണ് ആ അന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ തെളിഞ്ഞ് കണ്ടത്. അപ്പോൾ നമ്മളൊരു കാര്യം എന്താ വെച്ചാൽ, എത്ര പ്രയത്നിച്ചാലും നമ്മളൊക്കെ ഇനിയിപ്പോൾ അകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ ആണെങ്കിൽ പോലും പുറത്തേക്ക് നോക്കിയിട്ട് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി അകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ പ്രയത്നിച്ചാലും ഭഗവത് കൃപയും കൂടി വേണം. നമുക്കത് സത്യം തെളിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മളുടെ പ്രയത്നത്തിൻ്റെ കൂടെ ഭഗവത് കൃപയും കൂടി വേണം. എത്ര പ്രയത്നിച്ചാലും ഭഗവത് കൃപ ഇല്ലെങ്കിൽ അത് തെളിഞ്ഞ് കിട്ടില്ല. ഭഗവത് കൃപ ഉണ്ടെങ്കിൽ അത് തെളിഞ്ഞ് കിട്ടും. അപ്പോൾ പുരുഷപ്രയത്നം സഫലമാകുന്ന തന്നെ എപ്പോഴാണ്? ഭഗവത് കൃപ നമ്മളിൽ വർഷിക്കപ്പെടുമ്പോഴാണ്. അതിപ്പോൾ നമ്മളെ ചെറിയൊരു കാര്യം അങ്ങനെയാണല്ലോ. നമ്മുടെ ഇച്ഛയും ഈശ്വര ഇച്ഛയും ഒന്നാണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് നടക്കും. നമ്മുടെ ഇച്ഛയും ഈശ്വരേച്ഛയും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ ഈശ്വരേച്ഛ തന്നെ നടക്കുള്ളൂ. എത്ര പ്രയത്നിച്ചാലും നടക്കില്ല. നമുക്ക് തന്നെ പലതും അനുഭവം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എത്ര പ്രയത്നിച്ചാലും ഈശ്വര കൃപ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആ സത്യം തെളിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് എഴുത്തച്ഛൻ പറഞ്ഞത് വെച്ചാൽ, ബ്രഹ്മാവിനെ പോലെ മായാമോഹിതനായിട്ട് അലയേണ്ടി വരാതെ എന്നെ അനുഗ്രഹിക്കണേ. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അങ്ങയുടെ കാൽക്കൽ വീഴാണ്, കരുണ ഉണ്ടാവണേ എന്നാണ്. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ ശരിക്കും 2 നാമങ്ങളെ ദേവിയെ പറ്റി പറയണത് ഈ ഒരു ഒറ്റ, അതായത് നമ്മൾ അകത്തേക്ക് നോക്കിയാലേ ഭഗവാനെ കാണുള്ളൂ, പുറത്ത് നോക്കിയാൽ കാണില്ല എന്നുള്ളതിന് നല്ല ഉദാഹരണം എന്താ പറയുക? അന്തർമുഖ സമാരാധ്യ അല്ലേ, ബഹിർമുഖ സുദുർലഭ. പുറത്തേക്ക് നോക്കി നമുക്ക് കിട്ടുന്നത് വളരെ ദുർലഭമാണ്. അതായത് പുറത്തിപ്പോൾ ഒരു വിഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ തുടങ്ങാം. പക്ഷെ പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അന്തര്യാമിയായിരിക്കണ ആ ശക്തി തന്നെയാണ് അവസാനം നമുക്ക് ആ ജ്ഞാനം പകർന്ന് നൽകണത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ജ്ഞാനം ഉദിപ്പിക്കണത് അതുതന്നെയാണെന്നാണ് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അങ്ങനെ പറയൂലോ. പിന്നെ ഹിരണ്യാക്ഷനും എവിടെയാ ഇരിക്കേണ്ട ചോദിക്കുമ്പോൾ എന്താ അറിയോ, ഞാൻ ഹിരണ്യകശിപുവിൻ്റെയൊക്കെ ഹിരണ്യാക്ഷൻ്റെയൊക്കെ ഉള്ളിൽ പോയിരുന്നോളാം. ഹിരണ്യകശിപുവിൻ്റെയാണ് ഉള്ളിൽ പോയിരുന്നോളാം. അവൻ അവിടെ നോക്കില്ല എന്നെ, ബാക്കി എല്ലാ ദിക്കിലും നോക്കും, സകല ദിക്കിലും എന്നെ തിരഞ്ഞു നോക്കും. ഹിരണ്യാക്ഷനും അങ്ങനെയാണല്ലോ, എല്ലാ ദിക്കും തിരഞ്ഞു നടന്നുല്ലോ. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കില്ല എന്ന് ഉറപ്പുണ്ടേ അസുരന്മാർ. അപ്പോൾ ഭഗവാൻ എപ്പോഴും ഉള്ളിലാണ്. അപ്പം നമ്മൾ അതാണ് ഈ ബ്രഹ്മാവ് പുറത്ത് എത്ര തിരഞ്ഞിട്ടും 100 ദിവ്യസമസ്യം തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലേ. പിന്നെ തപാന്ന് പറഞ്ഞ് ശരീരം കേട്ടപ്പോൾ തപസ് ചെയ്ത് ഏകാഗ്ര ബുദ്ധിയോടുകൂടി സമാധി യോഗം അനുഷ്ഠിച്ചപ്പോഴാണ് ഭഗവാനെ കണ്ടത്. അപ്പോൾ അതൊന്ന്. പിന്നെ ഇതിന് വേറൊരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ലോകപിതാമഹനായിട്ടുള്ള ബ്രഹ്മദേവനെ പോലും മായ ബാധിക്കണു, മാത്രമല്ല കുഴയ്ക്കണമെന്ന് പറയാം അല്ലേ, അത്ര ബുദ്ധിമുട്ടിച്ചു. അതോർത്തിട്ട് എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു എന്നാണ് പറയണത്. കാരണം ബ്രഹ്മദേവൻ എവിടെ, ഞാനെവിടെ, അതാണ് വൻ പേടി എന്ന് പറഞ്ഞില്ലേ. ഈശ്വര, ബ്രഹ്മദേവൻ, ദേവദേവനായിട്ടുള്ള ബ്രഹ്മദേവൻ, സൃഷ്ടികർത്താവ്, ഈ ജഗത്തിൻ്റെ പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവ് എവിടെ, ഞാനെവിടെ? അങ്ങനെയുള്ള ഈ ബ്രഹ്മാവിന് പോലും ഇങ്ങനെ മായാമോഹിതനായി ഈ പറഞ്ഞില്ലേ, വൻമോഹവാരിധിയിൽ അലയേണ്ടി വന്നുല്ലോ. അതോർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു, വല്ലാത്ത പേടി അല്ലേ, വല്ലാത്ത ഭയം തോന്നുന്നു എന്നാണ് എഴുത്തച്ഛൻ പറയണത്. ഞാനെവിടെ കിടക്കണു, ബ്രഹ്മദേവൻ എവിടെ കിടക്കണു എന്നാണ് വിനയാന്വിതനായിട്ട് എഴുത്തച്ഛൻ പറയണത്. അങ്ങനെ മായാബാധിതൻ ആകാതിരിക്കാൻ ഞാൻ നേരത്തെ തന്നെ അങ്ങയുടെ പാദങ്ങളിൽ കുമ്പിടട്ടെ എന്നാണ് ഇതിൽ പറയണത്. അപ്പോൾ ഈ മായാബാധിതനാകണ കഥകൾ എത്രയാണ്. ബ്രഹ്മാവിന് തന്നെ ഇപ്പോൾ നോക്കും, ബ്രഹ്മാവിന് ഈ ഒരു ഇത്
പിന്നെയല്ലേ ഈ പിന്നെ എന്താണ് വത്സസ്തേയം, അതായത് പൈക്കുട്ടികളെ മറയ്ക്കൂലോ ബ്രഹ്മാവ് പിന്നെ ഭഗവാന്റെ വനഭോജനത്തിൻ്റെ സമയത്ത് അല്ലേ, പൈക്കുട്ടികളെ മറയ്ക്കും. എത്ര ഭഗവാന് അപ്പോഴും മനസ്സിലായിട്ടില്ല, അപ്പോഴും മായ. കുറച്ച് നേരത്തേക്ക് മറന്നു ഭഗവാൻ ആ പരബ്രഹ്മം തന്നെ സ്വരൂപമെടുത്ത് ശ്രീകൃഷ്ണനായി വന്നതാണെന്നൊക്കെ മറന്നു ബ്രഹ്മാവ്. എന്നിട്ട് ഭഗവാനോട് കളിക്കാൻ ഒരുങ്ങിയിട്ടല്ലേ പിന്നെ പൈക്കുട്ടികളെയും ഗോപന്മാരെയും മറച്ചത്. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? എത്ര ഗോപന്മാരുണ്ടോ അത്ര ഗോപന്മാരായി നിന്നു. എങ്ങനെയാണോ ഓരോ ഗോപനും ശരിക്കുള്ളത് അതുപോലെ തന്നെ ഗോപന്മാരായി തീർന്നു. എത്ര പശുക്കളുണ്ടായിരുന്നോ അതുപോലത്തെ അത്ര പശുക്കളായി ഭഗവാൻ തന്നെ അവരായിത്തീർന്നു. അങ്ങനെ ഒരു കൊല്ലം ഇരുന്നല്ലോ ഇല്ലേ. അത് കഴിഞ്ഞ് അവസാനം അത് ബോധ്യമായി, എവിടെ ഞാൻ ഒളിപ്പിച്ചു വെച്ചുല്ലോ എല്ലാ കുട്ടികളെയും. ഇവിടെ നോക്കുമ്പോൾ അത്രയും ഗോപന്മാരെയും അത്രയും പശുക്കുട്ടികളെയും ആദ്യം കാണാണ്ട്. ആ ബ്രഹ്മാവിന് അത്ഭുതമായി. അപ്പോഴാണല്ലോ എല്ലാം, അതായത് പിന്നെ രണ്ടാമതൊന്നും കൂടി നോക്കിയപ്പോൾ എല്ലാ പശുക്കളും എല്ലാ ഗോപന്മാരും ഒക്കെ ചതുർഭുജ വിഷ്ണുവായിട്ട് കണ്ടു. അപ്പോഴേ ബോധ്യമുള്ളൂ. അപ്പം അങ്ങനെ ഇത്ര വലിയ പിന്നെ എന്താണ് ബ്രഹ്മാവിനെ പോലെയുള്ള ദേവദേവന്മാർക്ക് പോലും മായ ചിലപ്പോൾ അവരെയും പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോകും മായയുടെ ഉള്ളിലേക്ക്. അപ്പം പിന്നെ എൻ്റെ കാര്യം എന്താണെന്നാണ് പിന്നെ എഴുത്തച്ഛൻ പറയണതേ. ബ്രഹ്മദേവന് പോലും അങ്ങനെ മായ മോഹിതനാവേണ്ടി വന്നു വെച്ചാൽ എനിക്ക് പേടിയാവണു. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പേ, ഞാൻ ഈ മായാസാഗരത്തിൽ വീഴുന്നതിന് മുമ്പേ എന്നെ അതിൽ വീഴാതെ മായ എന്നെ ബാധിക്കാതിരിക്കാനായിട്ട് ഞാൻ അങ്ങയുടെ കാൽക്കൽ പിന്നെയും പിന്നെയും വീഴാണ്. എന്നെ അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ എനിക്ക് മായയുടെ ഇത് ഇല്ലാതെ അങ്ങയിലെത്താൻ സാധിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അപ്പോൾ നമുക്ക് 28 ഒന്നും കൂടിയും ചെല്ലാം. അംഭോജ സംഭവനു മൻപോടു നീന്തി ബദവന്മോഹവാരിധി എന്നേടമോർത്തു മമ വൻപേടി പാരമിവനമ്പോടടായ്വതിനു മുമ്പേ തൊഴാ മടികൾ നാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.